ഹായ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയും കൃഷ്ണനും കൂടെ പരസ്പരം സംസാരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആന്റിയമ്മ കൃഷ്ണനെ ഫോണിൽ വിളിക്കുന്നത്. കൃഷ് ആണെങ്കിൽ കോൾ എടുക്കാതെ വിടുകയാണ് ചെയ്യുന്നത്. കോൾ എടുക്കാൻ കൺമണി നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ഞാൻ എടുക്കില്ലെന്നും എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ലല്ലോ ആന്റിയമ്മ എന്നെ വിളിക്കുന്നത്, ഞാൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള CID പണിയാ, പിന്നെ എന്നെ തല്ലിയതല്ലേ, കുറച്ച് വിഷമിക്കട്ടെ. ആന്റിയമ്മ കൃഷ്ണനെ തല്ലിയെന്ന് കേൾക്കുമ്പോൾ കൺമണിക്കാണെങ്കിലും വിഷമമാകുന്നു. അപ്പൊ കൃഷ് പറയും, ആന്റിയമ്മയ്ക്ക് എന്നെ തല്ലാനുള്ള അവകാശമുണ്ട്, കാരണം ആന്റിയമ്മയെ ഞാൻ ഒരു അമ്മയുടെ സ്ഥാനത്താണ് കണക്കാക്കിയിരിക്കുന്നത്. മുൻപ് എന്നെ തല്ലിയിട്ടുണ്ട് ഇഷ്ടം പോലെ, പിന്നെ ഇപ്പൊ എന്നെ തല്ലാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മാനസയെ തല്ലി. രണ്ടുപേരും ചേർന്ന് എന്നെ മണ്ടനാക്കാൻ ശ്രമിച്ചു. അന്ന് കൺമണിയുടെ വീട്ടിൽ വരാൻ വൈകിയതിന്റെ കാരണമൊക്കെ രണ്ടുപേരും ചേർന്ന് നടത്തിയ നാടകം കാരണം. ആ ഒരു ബഹളത്തിലാണ് ഞങ്ങളിപ്പോ. എന്തായാലും കൺമണി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. മാനസയെ ഒരു ട്രെയിനിങ് കൊടുത്ത് ആ ആന്റിയമ്മ ഉണ്ടല്ലോ എന്റെ മുമ്പിലേക്ക് പറഞ്ഞു വിടുകയാണ് എന്റെ മനസ്സിളക്കാൻ വേണ്ടിയിട്ട്. അത് കേൾക്കുന്ന കൺമണി ചോദിക്കുന്നുണ്ട്, വിശ്വാമിത്രന്റെ മുമ്പിലേക്ക് മേനക അയച്ചതുപോലെയല്ലേ എന്ന്. അല്ല, എന്നിട്ട് ഈ വിശ്വാമിത്രന്റെ മനസ്സ് ഇളകിയോ? അതിന് മറുപടിയായിട്ട് കൃഷ് ഇളകിയാൽ എന്നിങ്ങനെ കുസൃതിയോടെ ചോദിക്കുന്നതും, ആ ഇളകിയാലുണ്ടല്ലോ എന്റെ തനി സ്വഭാവം നിങ്ങൾ കാണും, പല്ലടിച്ച് കൊഴിക്കും ഞാൻ, കൊല്ലും ഞാൻ. ഈ മനസ്സ് ഏതെങ്കിലും മേനകയെ കണ്ട് ഇളകിയ കൊല്ലും ഞാൻ തന്നെ കൺമണി തീർത്തും പറയുന്നത് കേട്ടിട്ട്, ഓ അങ്ങനെയാണെങ്കിൽ നീ എന്നെ ഒന്ന് കൊല്ലുന്ന കൃഷും കൺമണിയെ ചൊടിപ്പിക്കാൻ വേണ്ടി പറയുമ്പോ കൺമണി കൃഷിന്റെ കൊങ്ങയ്ക്ക് പിടിച്ച് അമർത്തുകയാണ്. ഒരു തമാശക്കാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിലും കൃഷ് താൻ മരിച്ചതുപോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട് കൺമണിയുടെ മുമ്പില്. കൺമണിക്കാണെങ്കിൽ ടെൻഷനാവുന്നു, കൃഷിനെ കുലുക്കി വിളിക്കുന്നുണ്ട്. കൃഷ് ആണെങ്കിൽ മരിച്ചതുപോലെ കിടക്കുകയാണ്. കൺമണിക്ക് ആകെ വെപ്രാളാവുന്നുണ്ട്, സാർ എന്നെ പറ്റിക്കുകയാണോ? അങ്ങനെ കൺമണി കൃഷിനെ ഒരുപാട് കുലുക്കി വിളിക്കുന്നുണ്ടെങ്കിലും കൃഷ് ഉണരുന്നില്ല. അതിനുശേഷം കൺമണി പറയുകയാണ്, ദേ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കാൻ പോവാന്ന്. പിന്നീട് കൃഷ് അങ്ങോട്ട് ഉണരുന്നതായിട്ടും അഭിനയിക്കുന്നു. അപ്പോഴത്തേക്കും കൺമണിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് കള്ളാഭിനയം നടത്തിയതാണെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യത്തില് കൃഷിന്റെ നെഞ്ചത്തേക്ക് ഒരു അടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത്തിരി സ്ട്രോങ് ആയി അടിച്ചത് കൊണ്ട് തന്നെ കൃഷ്ണൻ അവിടെ വേദനിക്കുന്നുണ്ട്. അപ്പൊ കൺമണി പിന്നീട് സോറിയും പറയുന്നു, നെഞ്ചത്തൊക്കെ തടവിയും കൊടുക്കുന്നു. കൃഷ് അതോടൊപ്പം പറയുന്നുണ്ട്, ആന്റിയമ്മ തല്ലിയതിന്റെ ആ വേദന ഉണ്ടല്ലോ, ഈ തല്ല് കിട്ടിയപ്പോ അങ്ങോട്ട് പോയ പോലെയായി, നീ അടുത്തുള്ളപ്പോഴേ ഞാൻ മറ്റൊരു ലോകത്താ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് കൺമണിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല കൃഷ്ണന്റെ ഡയലോഗില്. കൺമണി പറയും, ഇങ്ങനെയൊക്കെ ഇപ്പൊ പറയും, പക്ഷെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അടുത്ത നിമിഷം എന്നെ ആട്ടി ഓടിക്കുകയും ചെയ്യും. എന്നാൽ ഇനി അങ്ങനെ ചെയ്യില്ലെന്നും നമ്മൾ രണ്ടുപേരും അകന്നിരുന്നപ്പോഴാണ് നിന്നെ എനിക്ക് ഒരു നിമിഷം പോലും മിസ് ചെയ്യാൻ പറ്റില്ലെന്നുള്ള സത്യം മനസ്സിലാക്കിയത്. ഇനി എന്നും എപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും കൺമണി. കൃഷിന്റെ വാക്കുകൾ കേട്ട് കൺമണിക്ക് സന്തോഷമാവുന്നു. സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സത്യമെന്ന് തന്നെ പറയുന്നു. അങ്ങനെ കൺമണി ആ സന്തോഷത്തിൽ കൃഷിന്റെ കവളത്തൊരു ഉമ്മയും കൊടുക്കുന്നു. കൃഷിന് ഇരട്ടി സന്തോഷം. പിന്നീട് കൺമണി ചോദിക്കുന്നുണ്ട്, ആ മാനസ എന്ത് ചെയ്യാനാണ് പരിപാടിയെന്ന്. നമുക്ക് മാനസയുണ്ടല്ലോ ആ വരുണിന്റെ കൂടെ ഒരു രണ്ടുപേരെയും കൂടെ ഒരു റോക്കറ്റിൽ പറത്തി വിട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ ആ ഐഡിയ കൊള്ളാന്ന് സമ്മതിക്കുന്നുണ്ട് കൺമണി. അങ്ങനെ കളിചിരികളും തമാശകളും ഒക്കെ ആയിട്ട് കൃഷും കൺമണിയും അവരുടേത് മാത്രമായ ആ ഒരു സമയം സ്പെൻഡ് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് മാനസയെ വരുൺ വിളിച്ചിട്ട്, ഞാൻ ആശുപത്രിയിലാണെന്നും നിങ്ങളെ കെട്ടാനിരുന്ന ആ കൃഷ് ഉണ്ടല്ലോ അവൻ എന്നെ ചന്നം പിന്നെ ഇടിച്ചു, ആശുപത്രിയിലെ ഈ മുറി സ്ഥിരമായിട്ട് പാട്ടത്തിനെടുക്കാൻ പോവുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് മാനസ ചോദിക്കുന്നുണ്ട്, എന്തിനാ തല്ലിയതെന്ന്. അപ്പൊ വരുൺ പറഞ്ഞു കൊടുക്കും, എന്റെ പെണ്ണിനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങളുടെയൊക്കെ മലയാളത്തിലല്ലേ അന്ന് പറഞ്ഞത്, എന്റെ അച്ഛനും ഞാനും കൂടെ ഒന്ന് കാല് പിടിച്ചില്ലേ. തുടർന്ന് മാനസ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാ കല്യാണം നടക്കായിരുന്നു എന്ന്. അപ്പൊ വരുൺ പറഞ്ഞു കൊടുക്കും, നടക്കേണ്ടതായിരുന്നു, പക്ഷെ കൺമണിയെ അവന് വേണം. ഞാൻ ഒരുങ്ങി എത്തിയപ്പോ സിനിമയിലൊക്കെ കാണും പോലെ അവളുടെ മുറിയിൽ നിന്ന് അവളുടെ കയ്യും പിടിച്ച് അവൻ ഇറങ്ങി വരികയായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് മാനസയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്, കൃഷ്ണനോടുള്ള ദേഷ്യം ഇരട്ടിക്കുന്നുണ്ട്. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം മാനസയ്ക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട് വരുൺ. ശേഷം വരുൺ പറയുന്നുണ്ട്, എന്നെ മാഡം സഹായിക്കുവാണെങ്കിൽ മാഡത്തിന് കൃഷ്ണനെ തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ അവൻ ആജീവനാന്തകാലം ജയിലിൽ കിടക്കും, അവനെ ഞാൻ വെറുതെ വിടില്ല. ഇങ്ങനെ വെല്ലുവിളിയും കൂടെ നടത്തിയിട്ട് വരുൺ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാനസയാണെങ്കിൽ ദേഷ്യത്തോടെ ഭ്രാന്തെടുത്തതുപോലെ ആന്റിയമ്മ ഇങ്ങനെ ഉറക്കെ വിളിക്കുകയാണ്. മാനസയുടെ അലർച്ച കേട്ട് ടെൻഷനോടെ ഓടി വരികയാണ് ആന്റിയമ്മയും അതുപോലെ മാനസയുടെ മമ്മിയും. ആന്റിയമ്മ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ മാനസയുടെ മമ്മിയോട് മാനസ പറയുകയാണ്, മമ്മി നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകാം, അമ്മ എന്റെ കൂടെ വരണം എന്ന്. ആന്റിയമ്മയ്ക്കും ഹേമയ്ക്കും ഒന്നും മനസ്സിലാകുന്നില്ല. മാനസയോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, മാനസ നീ എന്താ ഈ പറയുന്നത്? അപ്പൊ മാനസ ദേഷ്യത്തോടെ ആന്റിയമ്മയോട് ചോദിക്കും, കൃഷി കാണിച്ചതെല്ലാം ആന്റിയമ്മ എന്നോട് പറഞ്ഞോന്ന്. അപ്പൊ ആന്റിയമ്മ, അവൻ പറയാതെ ഞാൻ എങ്ങനെ അറിയാനാ മോളെ? എന്നാലേ കേട്ടോ, അവന് കൺമണിയെ മതി, എന്നെ വേണ്ട. ആ വരുണ എന്നെ ഇപ്പൊ വിളിച്ചത്, അവൻ എന്നോട് പറയുകയാ അവൻ കൺമണിയെ വിവാഹം കഴിക്കാൻ തുടങ്ങിയപ്പോ വരുണിനെ കൃഷി ഇടിച്ച് ആശുപത്രിയിലാക്കി എന്നിങ്ങനെ. ഇതൊക്കെ കേട്ടിട്ട് ഹേമയ്ക്കാണെങ്കിലും ആകെ സങ്കടമാവുന്നുണ്ട്. അവര് ആന്റിയമ്മയോട് പറയും, ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ട എന്ന്, എല്ലാം തീർന്നു വന്ന് നമുക്ക് ഇറങ്ങാമെന്നും പറഞ്ഞ് മാനസയും കൂട്ടിക്കൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. എന്നാൽ ആന്റിയമ്മ അവരെ വിടില്ല.
മാനസ എന്ന് കടുപ്പിച്ചൊരു വിളി വിളിക്കുകയാണ് ആന്റിയമ്മ. മാനസ തിരിഞ്ഞു നോക്കുന്നതും ആന്റിയമ്മ ചോദിക്കുകയാണ്, കൃഷിനെ വിട്ടിട്ട് നിനക്ക് അങ്ങനെ പോവാൻ പറ്റുമോ മോളെ? കൃഷി നിനക്കുള്ളതാ. കൺമണി എന്തോ കൂടോത്രം ചെയ്ത് നിന്റെ പുരുഷനെ വശീകരിച്ചു വെച്ചിരിക്കുക. അപകടത്തിലേക്ക് പോകുന്ന കൃഷിനെ കൈവിട്ടിട്ട് സ്വന്തം സുഖത്തിലേക്ക് പോകുന്നതാണോ, അതോ കൂടെ നിന്ന് കൃഷിനെ കൺമണിയുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുന്നതാണോ? ഏതാ നീ ചെയ്യേണ്ടത്? ഇത്രയും കാലം വെള്ളം ചുമന്നിട്ട് പഠിക്കൽ കൊണ്ട് കലയുടക്കരുത്. നിന്റെ ശത്രു കൃഷല്ല, ആ കൺമണിയാ കൺമണി. തുടർന്ന് ഹേമയോടും ആന്റിയമ്മ പറയുകയാണ്, നമ്മുടെ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമാണിതെന്നും കൃഷിനെ വീണ്ടെടുത്ത് മാനസയുടെ കഴുത്തിൽ താലി കെട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മം. അതല്ല ഇനി തോറ്റു പിന്മാറണമെന്നാണെങ്കിൽ അതും ആവാം. ഞാൻ ഇപ്പൊ തന്നെ എല്ലാ അനിയൻകുട്ടനെയും വിളിച്ചു പറയാം. ബാക്കി അനിയൻകുട്ടനും ജയമോഹനും കൂടെ ആലോചിച്ച് തീരുമാനിക്കട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് ആന്റിയമ്മ സാഗറിനെ വിളിക്കാൻ ഒരുങ്ങുന്നതും മാനസ ആന്റിയമ്മയെ ഫോൺ ചെയ്യാൻ അനുവദിക്കാതെ ആ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് ആന്റിയമ്മയോടായിട്ട് പറയും, ആന്റിയമ്മ പറഞ്ഞതാ ശരി, കൃഷല്ല ശത്രു, കൺമണിയാ. ഇതിനിടയ്ക്ക് ഹേമ നമുക്ക് ഈ ബന്ധം വേണ്ട മോളെ എന്ന് മാനസയോട് പിന്നെയും പറയുന്നുണ്ടെങ്കിലും മാനസ അവരോട് പറയും, വേണം, എന്റെ കയ്യില് വിവാഹമോതിരം അണിയിച്ചവൻ തന്നെ എന്നെ താലിയും ചാർത്തണം. ഞാനേ തോറ്റു കൊടുക്കാൻ പോകുന്നില്ല. മാനസയുടെ ആ തീരുമാനം കേട്ട് ആന്റിയമ്മയ്ക്കും സന്തോഷമാകുന്നു. അതേസമയം മാനസ കൃഷിപ്പ് എവിടെയായിരിക്കും എന്നാണ് ചിന്തിക്കുന്നത്. ഇവിടെ കൺമണിയാണെങ്കിൽ ഉറങ്ങാൻ സമയമായതുകൊണ്ട് തന്നെ പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ എടുത്ത് കൃഷിന്റെ അടുത്ത് വന്നിട്ട് നമുക്കിനി ഉറങ്ങാമെന്നും ഞാൻ താഴെ കിടന്നോളാം, സാർ ഇവിടെ സോഫയിൽ കിടന്നോളാനും പറയുമ്പോ കൃഷി തന്റെ മനസ്സിലുള്ള പൂതി കൺമണിയോട് തൊട്ടും തൊടാതെയും പറയുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് കിടക്കണമെന്നാണ് കൃഷിന്റെ ആഗ്രഹം എന്ന് കൺമണി മനസ്സിലാക്കുമ്പോഴേ കൺമണി പറയുന്നുണ്ട്, അങ്ങനെയുള്ള ദുരുദ്ദേശമൊന്നും വേണ്ട, അതൊക്കെ അങ്ങോട്ട് മനസ്സിൽ വെച്ചിരുന്നാൽ മാത്രം മതി. ഞാനേ ശ്രീനിവാസന്റെ മോളാ. അപ്പൊ കൃഷി തിരിച്ചു പറയും, ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ പെരുമാറില്ല കേട്ടോ, അന്ന് കൊടുങ്കാട്ടിലേ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ കൺമണിക്ക് കൂട്ടിന്. അപ്പൊ കൺമണിയും തിരിച്ചു പറയും, അങ്ങനെയാണെങ്കിൽ ജയിലിൽ കിടന്ന ആളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ പിടിച്ചു കയറിക്കൊണ്ട് ഉടനെ കൃഷി പറയും, അതാ ഞാനും പറഞ്ഞത്, നമ്മൾ രണ്ടുപേരും ഒരേ വഞ്ചിയിലെ യാത്രക്കാരാ, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് ഈ സോഫയിൽ കിടന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കൺമണി അതിനൊന്നും സമ്മതിക്കുന്നില്ല, നല്ല അടി വെച്ച് വരുമെന്നാണ് പറയുന്നത്. അപ്പൊ കൃഷി അവസാനം ഒരു മുത്തുകവെങ്കിലും എനിക്ക് തരൂ എന്ന് ആവശ്യപ്പെടുമ്പോ അത് ആലോചിക്കാന്ന് പറയുന്നുണ്ട് കൺമണിയും. അങ്ങനെ കൺമണിയുടെ മുത്തുകവും പ്രതീക്ഷിച്ച് കൃഷി കണ്ണടച്ചിങ്ങനെ ഇരിക്കുകയാണ്. കൺമണിയാകട്ടെ കൃഷിന് നെറ്റിയിൽ ഒരു മുത്തുകവ് കൊടുക്കുന്നു. എന്നാൽ കൃഷിന് അതത്ര തൃപ്തിയാവുന്നില്ല. നെറ്റിയിലേ ഉള്ളോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ തൽക്കാലം ഇതേ ഉള്ളൂ എന്ന് കൺമണിയും പറയുന്നത് കേട്ടിട്ട്, നീ നെറ്റിയിൽ തന്നു കഴിഞ്ഞാൽ ഒരു സുഖമില്ല, ദേ ഇവിടെ തന്നാ മതി എന്ന് പറഞ്ഞ് ചുണ്ട് കാണിച്ചു കൊടുക്കുമ്പോ കൺമണി ഒരു തല്ല് വെച്ച് കൊടുക്കുന്നുണ്ട് കൃഷിന്. കൃഷി പിന്നെയും കൺമണിയെ പാട്ടിലാക്കി തന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതിനിടയ്ക്ക് സ്വർഗത്തിലെ കട്ടുറുമ്പായിക്കൊണ്ട് ഒരു ഫോൺ കോൾ വരുന്നു. കൃഷി ആണെങ്കിൽ ഫോൺ കോൾ എടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. കൺമണിക്കാണെങ്കിൽ കൃഷിന്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് ചിരിക്കാതിരിക്കാനും കഴിയുന്നില്ല. കൃഷിനെ വിളിക്കുന്ന മഹിയാണ്. മഹിയുടെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് കൃഷി ദേഷ്യത്തോടെ ചോദിക്കും, എന്താടാ എന്ന്. അപ്പൊ മഹി ചോദിക്കുന്നുണ്ട് കൃഷ്ണനോട്, നീ എവിടെയാണെന്ന്. എടാ നിന്നെ അന്വേഷിച്ച ആന്റിയമ്മ വിളിച്ചിരുന്നു. നോക്ക്, ആന്റിയമ്മയും മാനസയും കലിതുള്ളി നിൽക്കുക. നീ ഓഫീസിൽ കാണിച്ച കലാപങ്ങളും ജയിലിൽ പോയതും ബല്ലാമൻ നിന്നെ ഇറക്കിയതൊക്കെ അവരറിഞ്ഞിട്ടുണ്ട്. നിന്നെ ഈ രാത്രി തന്നെ കണ്ടുപിടിക്കുമെന്നുള്ള വാശിയിലാണ് രണ്ടുപേരും. ഉടനെ കൃഷി മഹിയെ പറഞ്ഞു ഏൽപ്പിക്കുന്നുണ്ട്, ഞാൻ ഓഫീസിലുള്ള കാര്യം മാത്രം അവരോട് നീ പറയരുത്, കാരണം കൺമണിയും ഇവിടെ ഉണ്ട്. ഇതറിയുന്ന മഹി തലയിൽ കൈവച്ചുകൊണ്ട്, എടാ മഹാഭാവി, വീട് കത്തുമ്പോ തന്നെ നിനക്ക് വീണ വായിക്കണമല്ലേടാ എന്ന് ചോദിക്കുമ്പോ അവളെ വീട്ടിൽ പ്രശ്നമായിട്ട് വന്നതാണെന്നും അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെന്നും അവൾക്ക് ഞാനല്ലാതെ വേറെ ആരുണ്ടെന്നും ഒക്കെ കൃഷി ചോദിക്കുന്നത് കേട്ടിട്ട്, അവൾക്ക് നീയല്ലാതെ വേറെ ആരുമില്ലെങ്കിലേ കാര്യങ്ങൾ ആ രീതിക്ക് ചെയ്യണം, അല്ലാതെ പാതിരാത്രി വിളിച്ച് കയറ്റുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് മഹിയും. എന്നാൽ കൃഷി ചോദിക്കും, പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പൊ മഹി പറഞ്ഞു കൊടുക്കും, നീ ഒന്നുകിൽ അവളെയും കൊണ്ട് നാട് വിട്, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മയത്തിലൊതുക്ക്, സാഗർ സാറ് വരും വരെ. ഇതിനൊക്കെ മുമ്പ് നീ നിന്റെ ആന്റിയമ്മയുടെ തലയിലെ ഫയർഫോഴ്സിനെ കൊണ്ടുവന്ന് വെള്ളം ഒഴിപ്പിച്ചിട്ട് ആ തീയങ്ങ് കിടത്ത്. ഏതായാലും ഇത് കേട്ട ഉടനെ കൃഷി മഹിയോടൊരു ഹെൽപ്പ് ചോദിക്കുകയാണ്. നീ ആന്റിയമ്മയെ വിളിച്ചിട്ട് ഞാൻ നിന്റെ വീട്ടിലുണ്ടെന്ന് പറയ്, അല്ലെങ്കിൽ നീ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അവരെ ഒന്ന് സമാധാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ മഹിയാണ് ശരിക്കും പെട്ടുപോകുന്നത്. മഹിയോട് സംസാരിച്ചു കഴിഞ്ഞ് കൃഷി കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് കൺമണി ഇറങ്ങിക്കിടക്കുന്നതാണ്. അത് കാണുമ്പോഴത്തേക്കും കൃഷി അവിടെ കിടന്നിരുന്ന ബ്ലാങ്കറ്റ് എടുത്ത് കൺമണിയെ പുതപ്പിക്കുന്നു. ഇറങ്ങിക്കിടക്കുന്ന കൺമണിയെ തന്നെ പ്രണയത്തോടെ നോക്കിയിട്ട് കൺമണിയുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട്, നീ സുഖമായിട്ട് ഉറങ്ങിക്കോളാനും നിനക്ക് വേണ്ടി ഞാനൊരു യുദ്ധം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. ഒടുവിൽ നമ്മൾ തന്നെ ജയിക്കും, നീ എന്റേതാകും, പ്രണയത്തിലെപ്പോഴും ഒരു യുദ്ധം അനിവാര്യമാണല്ലോ എന്നൊക്കെ കൺമണിയെ നോക്കി പറഞ്ഞുകൊണ്ട് കൺമണിയുടെ കൈകളിൽ ഒരു മുത്തമൊക്കെ കൊടുത്തിട്ട് കൺമണിയുടെ മേലെ ചേർന്ന് കിടക്കുകയാണ് കൃഷും. പിറ്റേ ദിവസം
കൺമണിയുടെ വീട്ടിലെ അമ്മായിമാര് കൺമണിയെ പറ്റിയുള്ള അവരുടെ ആശങ്കകൾ പരസ്പരം തുറന്ന് സംസാരിക്കുകയാണ്. അവളെ പറ്റി ഓർത്തിട്ട് ഇന്നലെ ഉറങ്ങാനേ സാധിച്ചില്ലെന്നും അവളിപ്പോ എവിടെയായിരിക്കുമെന്നും ഇന്നലെ രാത്രി അവൾ എവിടെയായിരിക്കും കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവുക എന്നൊക്കെ സുലോചന ആശങ്കയോടെ പറയുന്നത് കേട്ടിട്ട് ശാന്ത പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞില്ലേ, അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ദേവസാറിന്റെ ഒരു ശ്രദ്ധ എന്തായാലും കൺമണിക്ക് ഉണ്ടാവും. അതേസമയം കൺമണിയെ ശ്രദ്ധിക്കാൻ ദേവസാരെങ്കിലും ഉണ്ട്, നമ്മളെ ശ്രദ്ധിക്കാൻ ആരായുള്ളതെന്ന് ചോദിച്ചു പോവുകയാണ് ഭാമ. നമ്മുടെ വീടിന്റെ കാര്യം ഒന്നും ആയിട്ടില്ലല്ലോ, പിന്നെ ആ വരുണിന് ഇനി നമ്മളോട് ഒന്നും കൂടെ പക കൂടും, അവൻ എന്തും ചെയ്യും എന്നൊക്കെ പറയുമ്പോ നമുക്ക് ചെന്ന് വരുണിന്റെ കാല് പിടിച്ചാലോ എന്ന് ചോദിക്കുകയാണ് ശാന്ത. പിന്നെ കാല് പിടിക്കാൻ അങ്ങോട്ട് ചെന്നാ മതി. കല്യാണത്തിന് നമ്മൾ 3 പേരുമാണ് വിളക്കം പിടിച്ച് കൺമണിയെ നയിച്ചത്. അതവൻ കണ്ടിട്ടുമുണ്ട്. കൃഷ് സാറിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തതെന്ന് അവന് മനസ്സിലാകാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഭാമയും. ഇതേ സമയത്താണ് ധനലക്ഷ്മി വന്നിട്ട് അവരോട് നിങ്ങൾ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പോ സുലോചന മറുപടി കൊടുക്കും, സമയം 6 ആയുള്ളൂ, സമയമാവട്ടെ അപ്പൊ പോകാന്ന് പറയുന്നു. സമയാകുന്നത് വരെ കാത്തിരുന്നാലേ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തുന്നുണ്ട് ധനലക്ഷ്മി. ഇത് കേട്ട അമ്മായിമാർക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ എന്തിനാ അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ പേടിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഞാൻ പേടിപ്പിച്ചതൊന്നുമല്ല, നടക്കാൻ പോകുന്ന ഒരു കാര്യമാണെന്നും പിന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിന്ന് ഓഫീസിൽ പോകുമ്പോഴേ ആ കൺമണിയെ കാണണം, കൺമണിയുടെ മനസ്സിലിരിപ്പ് പിടിച്ചെടുക്കണം. വീടെന്തായാലും അവൾ തിരിച്ചെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ അവൾ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ എന്ന് അറിയണം. ഇനി ഒന്നും കണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ വേറെ ഒന്നും ആലോചിക്കേണ്ട, നേരെ പോയിട്ട് വരുണിന്റെ കാലങ്ങോട്ട് പിടിച്ചേക്ക്, എന്നിട്ട് സമസ്താപരാധം ഏറ്റു പറയുക. ഇത് കേട്ട ഉടനെ ഭാമ ചോദിക്കുന്നുണ്ട്, ഞങ്ങളും അത് തന്നെയാണ് ആലോചിച്ചത്, പക്ഷെ ഞങ്ങൾ പോയി കാല് പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് അവൻ നമുക്ക് തിരിച്ചു തരുമോ? അപ്പൊ ധനലക്ഷ്മി അവരോട് പറയുന്നുണ്ട്, അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അവൻ അതൊരിക്കലും തരില്ല, അവൻ വീട് എന്തായാലും തരില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മികച്ച രീതിയിൽ അങ്ങോട്ട് കാല് പിടിക്കണം, കരയണം. നിങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ അവൻ സൈക്കോയാണെന്ന്. സൈക്കോ അടുത്ത നിമിഷം എന്താ ചെയ്യാൻ പോവാന്ന് പറയാൻ പോലും പറ്റില്ല, ശരിയല്ലേ? എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്ക് 3 പേരും കൂടെ. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനി നിങ്ങളായി, നിങ്ങളുടെ കൺമണിയായി എന്നും പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി അവിടെ നിന്ന് പോകുമ്പോ അമ്മായിമാരാണെങ്കിലും വീണ്ടും ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. ഈ വീട് കൈവിട്ടു പോകുമോ എന്നോർത്തിട്ട്. ഇവിടെ കൺമണിയും കൃഷും ആണെങ്കിലും നല്ല ഉറക്കമാണ്. കൃഷ് സോഫയിലാണ് ചാരി ഉറങ്ങുന്നതെങ്കിൽ കൺമണി കൃഷിന്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് ഉറങ്ങിയിരുന്നത്. പെട്ടെന്ന് ഒരു ഫോൺ കോളിന്റെ സൗണ്ട് കേട്ടുകൊണ്ടാണ് കൺമണി ഉണരുന്നത്. കൃഷിന്റെ ഫോണാണ് റിങ് ചെയ്യുന്നത്. എന്നിട്ട് കൃഷിനെ വിളിച്ചുണർത്തുന്നുണ്ട് കൺമണി. ഇതേ ഫോൺ റിങ് ചെയ്യുന്നു, എടുക്കാൻ പറയുന്നു. മഹിയാണ് കൃഷിനെ വിളിക്കുന്നത്. കൃഷി കോൾ എടുത്ത ഉടനെ മഹി കൃഷിനോട് പറയും, നീ എത്രയും പെട്ടെന്നേ അവിടെ ഒന്ന് മാറിക്കോളാൻ. കാര്യം പറയാൻ കൃഷി ഉറക്കച്ചടവോടെ പറയുമ്പോ, എടാ മാനസം നിന്നെയും തപ്പി വീട്ടിലേക്ക് വന്നു, നീ ഇവിടെയാണെന്നാണല്ലോ ഞാൻ പറഞ്ഞിരുന്നത്, അത് വാസ്തവം തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. മാനസ വന്നപ്പോ ഞാനൊന്ന് പതറിപ്പോയി, നീ ഇവിടെ ഒന്ന് നേരത്തെ ഇറങ്ങിയെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ മാനസ അത് വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് മിക്കവാറും മാനസ അരികയിലേക്ക് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. നീ അവിടെ ഒന്ന് മാറിക്കോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും കൃഷ്ണനും ടെൻഷനാവുന്നുണ്ട്. ഇനി എങ്ങോട്ട് പോകുമെന്ന് ചോദിക്കുമ്പോ, ഇന്നലെ രാത്രി സുഖിച്ച് കിടന്നതല്ലേ, ഇന്നൊന്ന് തല പുകയ്ക്ക് എന്നും പറഞ്ഞ മഹി കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് കൃഷ് കൺമണിയോട് ഇക്കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാന്ന് കൺമണിയും ചോദിക്കുമ്പോ, അവള് കാണുകയാണെങ്കിൽ കാണട്ടേന്നേ, അതോടെ എല്ലാം അവസാനിക്കുമല്ലോ, പിന്നെ ഒളിച്ചുകളിയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് കൃഷി പറയുന്നത് കേട്ടിട്ട് കൺമണി അപ്പോഴും പറയും, അതൊന്നും വേണ്ട സർ, അല്ലെങ്കിൽ തന്നെ നമ്മൾ പ്രശ്നങ്ങളുടെ നടുവില, ആദ്യം അതൊക്കെ ഒന്ന് കഴിയട്ടെ, അതുവരെ ആരും ഒന്നും അറിയണ്ട. ശേഷം കൃഷി ചോദിക്കുന്നുണ്ട് കൺമണിയോട്, കൺമണി ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ആർക്കൊക്കെയാണ് അറിയുന്നതെന്ന്. ഹരിസാറിനും സെക്യൂരിറ്റിക്കും അറിയാമെന്ന് കൺമണി മറുപടി കൊടുക്കുമ്പോ, വേറെ ആർക്കും അറിയില്ല എന്നുള്ളത് ഉറപ്പാണോ എന്ന് കൃഷി എടുത്ത് ചോദിക്കുന്നുണ്ട്. അതേന്ന് പറയുന്നുണ്ട് കൺമണിയും. അപ്പൊ കൃഷി അങ്ങനെയാണെങ്കിൽ ഹരിയെയും സെക്യൂരിറ്റിയെയും ഞാൻ ബ്ലോക്ക് ചെയ്യാം, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാമെന്നും പറഞ്ഞ് കൺമണിയെയും കൂട്ടി എവിടേക്കോ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് കേട്ടോ കൃഷ്. നമ്മൾ എവിടെ പോകുമെന്ന് കൺമണി ചോദിക്കുന്നുണ്ടെങ്കിലും കൃഷ് അത് എവിടേക്കാണെന്ന് പറയുന്നില്ല. അങ്ങനെ കൺമണിയും കൃഷും അവിടെ നിന്ന് പുറപ്പെട്ട് ഇറങ്ങുന്ന സമയത്താണ് കൃത്യം ഒരു കാർ അവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.